നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സമയം 9:08 ലൈവ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം അതിലേക്ക് ഈ പറഞ്ഞ പോലെ ലൈവിൽ കുറച്ച് ആളുകളുണ്ട്. അപ്പം അവരൊക്കെ ഈ സമയത്താണ് തിരക്ക് പിടിക്കുന്നത് ജോയിൻ ചെയ്യാനായിട്ട്. നിങ്ങൾ മാക്സിമം 8:30 മുമ്പ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കാം. ഈ ഒരു എൻ്റെ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോട്ടോ ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് ധൃതി പിടിച്ചുകൊണ്ട് ലാംഗ്വേജ് ഒക്കെ തെറ്റിപ്പോകും. ഫോക്കസ് ചെയ്തിട്ട് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ചാർട്ട് പഠിക്കാനോ ഒക്കെ ശ്രമിക്കാം. ഞാനൊരു ട്രേഡിംഗ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. എൻ്റെതായിട്ടുള്ള ഒരു കസ്റ്റമേഴ്സൊക്കെ ചാർട്ട് റീഡ് ചെയ്യാനായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ കോളോ ടിപ്പോ ആരും പ്രതീക്ഷിച്ച് ലൈവിലേക്ക് വരരുത്. ജസ്റ്റ് വ്യൂ അനലൈസിങ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് പഠിച്ച് സ്വന്തമായിട്ട് ഡെവലപ്പ് ആകണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. എന്തായാലും വിളിച്ചാൽ മാത്രം അസസ് ഉള്ളൂ. അതുകൂടാതെ എൻ്റെ PNL കണ്ടിട്ട് അത് നോക്കി മനസ്സിലാക്കി ക്വാളിറ്റി കണ്ടുകൊണ്ട് ട്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക. നിങ്ങൾക്ക് ചാർട്ടിൽ കോൺസെൻട്രേഷൻ ചെയ്യുക, വ്യൂവിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ രക്ഷപ്പെടും എന്നുള്ള തോന്നൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് PNL അതേപോലെ മെസ്സേജ് ഞാൻ ട്രേഡിങ് ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ തീർന്നില്ലേ? അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടോ, PNL ഉണ്ടാക്കണോ എന്നുള്ളതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഞാൻ ട്രേഡ് താൽക്കാലികമായിട്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. എനിവേ, നമുക്ക് ലൈവിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് മെജോറിറ്റി മാർക്കറ്റിൽ എന്താണ് അവസ്ഥ? ഇന്ന് രാവിലെ മാക്സിമം ലൈവിൽ വരാനുള്ള ഒരു 8:30 മുമ്പേ മാക്സിമം കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്യേണ്ട ഒരു കേസാണ് അനലൈസിങ്. അപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്കാണ് എല്ലാവരും റിക്വസ്റ്റ് അയക്കുന്നതൊക്കെ. അത് നമ്മളുടേതായിട്ടുള്ള മൈൻഡ് സെറ്റിനെ ബാധിക്കും. അപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് സ്വസ്ഥമായ മനസ്സോടുകൂടി ചെയ്യണം. അപ്പം ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം മുമ്പേ തന്നെ ലൈവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നതാണ്. അപ്പം അത് മനസ്സിലാക്കി മാക്സിമം 8:30 മുമ്പ് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം തരണം. കാരണം ചെറിയ കാര്യങ്ങളല്ല നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് സേഫ്റ്റി എൻ്റെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാനുള്ള സമയങ്ങളും കൂടെ തരാനായിട്ട് മാക്സിമം മെമ്പേഴ്സ് എല്ലാവർക്കും സ്ഥിരം വരുന്ന ലൈവിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സൊന്ന് കൂളാവട്ടെ. നമ്മൾ ഈ ധൃതി പിടിക്കുമ്പോഴത്തേക്കേ നമ്മുടെ മൈൻഡിൽ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ബീറ്റ് കൂടും. അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരും. നമ്മുടെ മൈൻഡ് എപ്പോഴും റിഫ്രഷ് ആയാലാണ് നമുക്കത് കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 27 പോയിന്റ്. ഇന്ന് മെജോറിറ്റി കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്താലും എപ്പോൾ എൻട്രി പ്ലാൻ ചെയ്യുന്നോ ഒരു 5 പോയിന്റ് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഒന്നെങ്കിൽ എക്സിറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ 26 പോയിന്റ് 22,054 മാർക്കറ്റ് നിൽക്കുന്നത്. 22,054 മൈനസ് എത്ര പോയിന്റ് ആണ്? 27 പോയിന്റ്. 22,027 കുറച്ച് താഴത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ. അതുകൂടാതെ ഞാൻ പ്രത്യേക കണക്കുകളൊക്കെ കൂട്ടിയെടുക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. ഒരു 150 പോയിന്റ് അപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 150 പോയിന്റ് ഡൗൺ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനുള്ള സമയം വേണം. അപ്പം ഇന്ന് എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതാണ് ഞാൻ 9 മണി കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ശൈലി സ്ട്രാറ്റജി മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള സമയം വേണം. അപ്പം അതുകൊണ്ട് ദൈവത്തോർത്ത് നാളെ 9 മണിക്ക് മുമ്പ് 8:45 ആകുമ്പോൾ ജോയിൻ ചെയ്യുക. 9 മണി കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റും ലൈവിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. പുതിയ ആൾക്കാർ ആരെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നേരിട്ടൊന്ന് വിളിക്കുക. പരിചയപ്പെടാതെ ഒരു പരിപാടിയും മുമ്പോട്ട് കൊണ്ടുപോകില്ല. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ PNL കണ്ടുകൊണ്ട് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ദൈവത്തോർത്ത് പഠിക്കാതിരിക്കുക. എന്നെക്കാളും നല്ല രീതിയിൽ ലക്ഷങ്ങൾ PNL കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവരുടേത് PNL കണ്ട് അവരുടെ സ്ട്രാറ്റജി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു അയ്യോഭാവം എങ്ങനെയെങ്കിലുമൊക്കെ അതിജീവിച്ച് പൊക്കോട്ടെ. ബെല്ലടിച്ചു, സമയം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ 22,005 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ താഴത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. മെജോറിറ്റി മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് രാവിലെ കുറേ നേരം കീപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. 2000-ന്റെ CE, കാരണം ഇതൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുന്നു. ഇന്ന്
പ്ലാനിങ് ഒക്കെ. പിന്നെ കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് 22,000 സിയും 22,100 പി ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഇതൊക്കെ പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ട് പോകുന്ന ആളുകളാണ്. ഇന്ന് ഒരു പ്ലാനിങ് നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ മൂവൊക്കെ നമുക്ക് കിട്ടേണ്ടതാ ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചിരുന്നെങ്കിൽ. 184, 186, 187 മൂവൊക്കെ നമ്മൾ കിട്ടേണ്ടതാ. ഇത് വരുന്ന ആളുകളുടെ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പി കയറി പോണുണ്ടോ. നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഈ മൂവ്മെന്റ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ്. കാരണം RSI സ്റ്റിൽ പിയിലാണ് നിൽക്കുന്നത്. ഇനി ഒരു ചാൻസ് ഉള്ളത് 192 ബ്രേക്ക് ചെയ്താൽ 194. ശരിക്കും നോക്കിയാൽ 186 നിന്ന് 192 അതേ പോകുന്നു, 96ലേക്ക് പോകുന്നു. ഇതൊക്കെ സ്ട്രൈക്ക് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള ടൈം നമുക്ക് രാവിലെ പ്രിപ്പയർ ചെയ്ത് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോടത്ത് റിക്വസ്റ്റ് ആണ്, മാക്സിമം 8:30 ജോയിൻ ചെയ്യാൻ നോക്കുക. ഒരാളാണെങ്കിൽ ഒരാൾ ലൈവിൽ വരാൻ ഞാൻ തയ്യാറാണ്. 192 ബ്രേക്ക് ചെയ്ത് 200ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള ക്യാൻഡലിന്റെ ഹൈ എന്ന് പറഞ്ഞാൽ 197 197 ബ്രേക്ക് ചെയ്താൽ 200ലേക്കുള്ള ആ മൂവ്മെന്റ് ആയിരിക്കും ഫുൾഫിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാൻഡിലോട് കൂടി ശരിക്കും 186, 196 ഈസി ആയിട്ട് രാവിലെ തന്നെ. ഇപ്പം എന്നെ സംബന്ധിച്ച് ആ 10 പോയിന്റ് 200 പിന്നെ അങ്ങ് കയറി പോവാണ്. അപ്പോൾ ഇത് മാക്സിമം ഇടം വരെ പോവാം. ഈ ക്രോസ് ഓവർ കഴിയാതെ നമുക്ക് അടുത്ത ഒരു മൂവ്മെന്റിനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല. കാരണം 213 ഒരു ഹയർ ലെവലാണ്. അതിൽ ആദ്യത്തെ ജസ്റ്റ് ഇനി അടുത്ത ബ്രേക്ക് ഔട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 205 ആണ്. 200 ബ്രേക്ക് ചെയ്താൽ 205, 205 ബ്രേക്ക് ചെയ്താൽ 213 ആണ് മാക്സിമം. $213 ബ്രേക്ക് ചെയ്താൽ 218. രണ്ടാമത്തെ കേസ് ഇന്നലെ ജോയിൻ ചെയ്തവരുണ്ട്, വെളുപ്പിനെ ജോയിൻ ചെയ്തവരുണ്ട്. അപ്പോൾ പ്രയോറിറ്റി അവർക്ക്, നേരത്തെ ജോയിൻ ചെയ്തവർക്ക് ഈ അവസാനം ജോയിൻ ചെയ്തവരുടെ ആ ഒരു ബിസി കാരണം അവർക്ക് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ 185, 86 നമ്മൾ എൻട്രി എടുക്കേണ്ടതാ. ആ മൂവ്മെന്റ് ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഒരു 10 പോയിന്റ് എടുത്ത് ലോക്ക് ചെയ്താലും നമുക്കൊരു 200, 220 വരെയൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ മാക്സിമം മറ്റുള്ളവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിജയിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കേണ്ടതുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഉള്ള അവസരം ആദ്യമേ മുതലാക്കി എടുത്ത് 9:18 3 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റും എടുത്ത് മാറിക്കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. എന്നാലും നമുക്ക് ചെറിയ ആ 92 ബ്രേക്ക് ചെയ്തിട്ട് 92, 102 അല്ല 192 10-20 പോയിന്റ് എന്തായാലും നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ട്. സഡൻ ആയിട്ടുള്ള ഒരു പിക്കപ്പ് ലെവൽ ആണെങ്കിൽ. 2 മിനിറ്റിന്റെ RSI ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇനി 197 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ മാത്രമാണ് സിയിൽ ഒരു സഡൻ ഫാൾ എന്തായാലും വരത്തുള്ളൂ. കാരണം ഇവിടെ ഒരു പിൻബാർ വന്നിട്ടുണ്ട്, ഇതൊരു പോസിറ്റീവ് സൈൻ ആണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു പിൻബാർ ഇവിടെ നിന്ന് ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് പിന്നെ ഒരു 100-120 പോയിന്റ് മൂവ് അപ്പ് ആയത്. ഇങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു. അപ്പൊ 144 ഇതിന്റെ ലോ, അതായത് 145 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ മാർക്കറ്റ് ലോ ആണ്. ചിലപ്പോൾ പെട്ടെന്ന് അത് ലോ ആയി കഴിഞ്ഞാൽ 134ലേക്കുള്ളൊരു ഫാള് മാത്രം വരുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു റിവേഴ്സൽ സിഗ്നേച്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം. അതായത് 155 ബ്രേക്ക് ചെയ്താൽ 52-55 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 170, 180 ഭാഗത്തേക്ക് പോകത്തുള്ളൂ. ഇവിടെ 145 സിയിൽ ബ്രേക്ക് ചെയ്താൽ സഡൻ 135ലേക്ക് ഫാൾ ആവും. അപ്പോൾ 210 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ഒറ്റയടിക്ക് പോകുന്നത് 217ലേക്കായിരിക്കും സിയുടെ കേസിൽ.
16, 221, കുഴപ്പമില്ല. കുറച്ചും കൂടെ പോകാനുണ്ട്. നമുക്കത് 50 മിനിറ്റ്സിലേക്ക് ഒന്ന് മാറ്റിയിടാം. അപ്പം നമുക്ക് ഏകദേശം ലോക്ക് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കൂടെ കിട്ടും. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ 225 എക്സ്പാൻഷനായി കിടപ്പുണ്ട്. കാരണം ഇവിടെ ലോ 135 രാവിലെ നമ്മൾ പറഞ്ഞു സ്കാൽപ്പിംഗ് ആണ്. 50 മിനിറ്റ്സിന്റെ ഫസ്റ്റ് മിനിറ്റിന്റെ ക്യാൻഡിലാണ്. ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. പിയിലേക്കുള്ള ക്രോസ് ഓവർ ആണ് കാണുന്നത്. 223, 225 ഒരു ടിപ്പിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ 223.50 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ 9, ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ട് ഒരൊറ്റടിക്കായിരിക്കും 225, പിന്നെ മാക്സിമം പോകാനുള്ള ഏരിയ 241. അപ്പോൾ അതാണ് 3.5 പോയിന്റ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 195 ഡീറ്റെയിൽ അനലൈസ് ചെയ്താൽ കിട്ടേണ്ടതാ. നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത് 180, 86 ഭാഗത്ത് ബ്രേക്ക് ചെയ്തപ്പോഴാണ്. 86 ബ്രേക്ക് ചെയ്ത സാധനമാണ് 220 പോയി നിൽക്കുന്നത്. അതൊരു 225 എക്സ്പാൻഷനൊക്കെ ആയി കിടപ്പുണ്ട്. പിന്നെ സിയുടെ കെയർ ഓഫിൽ ഒരു 135 ഒരു ലോ താൽക്കാലികമായിട്ട് നിൽക്കുകയാണ്. ഇത് വളരെ സ്പീഡായിട്ടുള്ള അനലൈസാണ്. എനിക്ക് ഒട്ടും പ്രോഫിറ്റ് കിട്ടിയെങ്കിലും ഞാൻ ഒട്ടും ഹാപ്പി അല്ല. ഇന്നത്തെ അനലൈസിൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ല. കാരണം സ്വസ്ഥമായ മനസ്സോടുകൂടി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല. കാര്യം മാർക്കറ്റ് മൂവ് ചെയ്തു, അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്കൊരു ഫ്രീ മൈൻഡോട് കൂടി ഉള്ളൊരു മൂവ്മെൻറ്റിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ 226 2 മിനിറ്റിൽ RSI ക്രോസ് ഓവർ ആവുന്നവരെ നമുക്കത് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞത്. എൻ്റെയൊക്കെ പരിപാടി ഒരു 10 പോയിന്റ് എടുക്കുക, ലോക്ക് ചെയ്തിടുക, മാക്സിമം എടുക്കുക. ഒരു മടക്കിനുള്ള സാഹചര്യങ്ങളൊക്കെ കാണിച്ചു വരുന്നുണ്ട്. ഇവിടെ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ആയാൽ മാത്രമാണ് പ്രോബ്ലം ഉള്ളൂ. 230, 228 വരെ വന്നിട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്ത 235. 135 നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഓൾമോസ്റ്റ് ടിപ്പിലായിട്ടുണ്ട്. 230 ഈ ക്യാൻഡിലിന്റെ ടിപ്പ്. അവിടെ ലോക്ക് ചെയ്തിട്ട് ഇനി വല്ല ഏരിയ ഉണ്ടോ പോവാൻ? എന്താ അറിയാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഡൗണിലേക്ക്, ആ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഡൗണിലേക്ക് വരുമെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇനി എവിടം വരെ വരാം? നിലവിൽ ഉള്ള ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നിൽക്കുന്നത്. അപ്പോൾ ലോക്ക് ചെയ്തിട്ടാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. 21,870 അടുത്ത ക്യാൻഡിലും കൂടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്താൽ 21,870 വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വിഗ്രഹത്തിന്റെ ഒരു പ്രതീതി, ഒരു നിങ്ങൾ 2-3 ദിവസത്തെ വ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കണ്ടോന്ന് അറിയില്ല. ഈ ഒരു എന്താ പറയണ, ഒരു വിഗ്രഹം പോലെ കണ്ണൊക്കെ അടച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു. അപ്പം ആ ഒരു സിസ്റ്റം വെച്ചിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് താഴത്തോട്ട് പോകണം. അപ്പം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും പിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. കാരണം 21,870 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. 21,778 സപ്പോർട്ടിങ് സോൺ കൂടെയാണ്. അപ്പോൾ അതവിടെ അങ്ങനെ കിടക്കട്ടെ. കുറച്ച് കൺസോൾട്ടേഷൻ ചെയ്താലും നമുക്കത് നോക്കാം. ഫ്യൂച്ചറിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ഈ വൈറ്റ് ഡോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് താഴത്തോട്ട് വരാനുണ്ട്. അവിടെയും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 21,872 ഒരു കണ്ടിന്യൂഷൻ ഫാൾ ആയിരിക്കും. തൽക്കാലം ചെറുതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത 50 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ഫോക്കസ് ചെയ്യാം. ഈ 50 മിനിറ്റ്സ് അല്ല, കണ്ടിന്യൂസ് ഇറങ്ങണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 21,870 മാർക്കറ്റ് ഫാൾ ആവും. നമ്മൾ പറഞ്ഞത് ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. ഏകദേശം ഒരു 135 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
മാർക്കറ്റ് 138, 142, 155, 172 മാർക്കറ്റിന്റെ മൂവ്മെന്റ് സിയിൽ. അപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. സപ്പോർട്ട് എടുത്തിരിക്കുന്നത് PE 220 സപ്പോർട്ട് എടുത്തിരിക്കണേ. ഒരു പിൻബാർ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 220 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകണം. അതനുസരിച്ചിട്ടാണ് ഇവിടുത്തെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 235 ആയിരുന്നു. ഏതായാലും 230 മാക്സിമം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളുടെ മഞ്ഞ ലൈൻ മുട്ടണം. അതനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങേ ഉള്ളൂ. ആദ്യത്തെ നമ്മളുടെ മാസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി 138, 142 മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇൻസൈഡ് ബാർ ക്യാൻഡലായിട്ട് ഫോം ആവണം. 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 138, 142, അവിടെ നിന്ന് മുകളിലോട്ട് പോയാൽ 155, 173. ആ 142 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ബ്ലൂ ലൈൻ ഇവിടെ ഉണ്ട്. ഞാൻ ബ്ലൂ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഹിറ്റ് ചെയ്യും, പിന്നെ താഴത്തോട്ട് പോവില്ല എന്നുള്ളൊരു. ഇവിടെ RSI ക്രോസ് ഓവർ ആവുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മൂവ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പം അവിടെ കൺസോൾട്ടേഷൻ ആണ്. സോ ഇവിടെ ഒരു ടച്ചിങ് എടുത്തിട്ടുണ്ട്, ഒരു സപ്പോർട്ട് സോൺ എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 139 എന്നുള്ള ഒരു ലെവല് ആദ്യമേ കീപ്പ് ചെയ്തതിന്റെ കാര്യം, ആദ്യത്തെ ടാർഗറ്റ്. ഇനി ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത ടിപ്പിലേക്കായിരിക്കും മൂവ് ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ 5-3 പോയിന്റ് അല്ലെങ്കിൽ കയറുമ്പോൾ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ്. ഇനി ഈ RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ട് റെഡിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഇതിന്റെ കൂട്ടത്തിൽ താഴത്തേക്ക് 179 സപ്പോർട്ട് എടുക്കാൻ വരും നെക്സ്റ്റ് ക്യാൻഡില്. അതല്ലാന്നുണ്ടെങ്കിൽ 235 ബ്രേക്ക് ചെയ്ത് അടുത്ത ഒരു ഹൈ മൂവ്മെന്റിലേക്ക് പോകും. അത് 9-9:30 ശേഷമായിരിക്കും അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു പീക്ക് മൂവ്മെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തായാലും ലോവിലേക്ക് കുറച്ചും കൂടെ വരാനുണ്ട്, പിയിൽ കുറച്ചും കൂടെ മൂവ്മെന്റ് കിട്ടാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് യെല്ലോ ലൈൻ ടച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. 195 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പോൾ ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റീടെസ്റ്റിന് വേണ്ടി താഴത്തേക്ക് വരാം. അപ്പോൾ ആ റീടെസ്റ്റിന് വേണ്ടി താഴത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഒരു വിക്ക് അടിക്കുന്ന സാഹചര്യത്തിൽ CE 155, 170 വരെ ചെല്ലാനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം ഇവിടെ ഒരു ക്രോസ് ഓവറാണ്. അപ്പോൾ ഈ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് അടുത്ത മൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ യെല്ലോ ലൈൻ ടച്ച് ചെയ്യണം. 195 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. മെജോറിറ്റി മാർക്കറ്റ് പിയിലേക്കാണ് മെജോറിറ്റി നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഇടക്ക് സിയിലുള്ള പോയിന്റുകൾ വളരെ കുറച്ചെടുക്കാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. കാരണം മെജോറിറ്റി പിയിലേക്ക് നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ സി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുന്ന പോലെയാണ്. അപ്പോൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ഇനി 235 ബ്രേക്ക് ചെയ്താൽ 240 ഒരു എക്സ്പാൻഷൻ വന്ന് കിടപ്പുണ്ട്. പക്ഷെ അത് ചില സമയത്ത് ചീറ്റിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് മുമ്പ് അങ്ങനെ പലതവണ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ എവിടെ, ഇതിന്റെ ഓപ്പൺ 231 ബ്രേക്ക് ചെയ്താൽ ടപ്പേന്ന് 240 ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ ക്രോസ് ഓവറായി. എന്നെ സംബന്ധിച്ച് സേഫ് ആയിട്ട് എക്സിറ്റ് ആവണ സ്ഥലമാണിത്. അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ലോട്ട് സൈസ് എടുത്തു കഴിഞ്ഞാൽ പകുതി കൊടുത്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റിലോ പോയിന്റോ കയറ്റിയിടുന്ന പ്ലേസ് ആണ് ഇത്. സേഫ് സോണ് കളിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല എക്സിറ്റ് പോയിന്റ് ആണ്. അപ്പം അതിൻ്റെ ഇടക്ക് ആ 240 എന്നുള്ള താഴത്തോട്ട് എക്സ്പാൻഷനായി. അപ്പം വീണ്ടും 235 നമ്മുടെ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അതായത് പതുക്കെ മാർക്കറ്റ് സിയിലേക്ക് കൺവേർട്ട് ആവുകയാണ് താൽക്കാലികമായിട്ട് കേട്ടോ. പക്ഷെ അത് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ. ഇവിടെ 235 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിലും മൂവ്മെന്റ് ഉള്ളൂ. അപ്പൊ ഇത് 155 166 എത്തട്ടെ. ഇവിടെ 235 കഴിഞ്ഞ് മാർക്കറ്റോട്ട് മുകളിലോട്ട് പോട്ടെ. അപ്പോഴേക്കും നമുക്ക് വീഡിയോ ഓൺ ചെയ്യാം. നമ്മൾ പറഞ്ഞത് 9:30 ക്യാൻഡിൽ അനുസരിച്ചിട്ടുള്ള അടുത്ത മൂവ്മെന്റ് നോക്കാം എന്ന് പറഞ്ഞതിന്റെ റീസൺ,
ആ ക്യാൻഡിലിൽ 21,871 മാർക്കറ്റ് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈവ് നമുക്ക് പര്യവസാനിപ്പിക്കാം. പിന്നെ അവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ ആയിരിക്കും. ഇവിടെ ഒരു 3 ക്യാൻഡിൽ വന്നതിൻ്റെ ഇപ്പുറത്ത് ഒരു ടിപ്പുണ്ട്. ആ ടിപ്പിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഇടിച്ചു നിൽക്കുന്നത്. അതും കൂടെ ബ്രേക്ക് ചെയ്ത് വന്നാൽ 21,870 മാർക്കറ്റ് വരും. ഇവിടെ കറക്റ്റ് ഒരു ടിപ്പിൽ അടിച്ചു നിൽക്കുന്നത്. അവിടെ നിന്ന് റിജക്ഷൻ ആവാൻ പാടില്ല. അത് കണ്ടിന്യൂ ചെയ്ത് 21,863 ഫാൾ ആവണം. ഒരു 30 പോയിന്റിന്റെ കേസ് കൂടെ ഉള്ളൂ. അപ്പൊ നമ്മളെന്തായാലും സേഫ് സോണിലാണ്. ഇപ്പൊ എവിടം വരെ പോയിട്ടുണ്ട്? 262. നമ്മൾ ഇതിന്റെ ഹൈ, അതായത് 230 ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അതായത് ഇവിടെ നിന്ന് ക്രോസ് ഓവറിൽ താഴത്തോട്ട് വരുമ്പോൾ 2 കാര്യങ്ങളാണ്. ഇപ്പൊ ടിപ്പിൽ ഇടിച്ച് നിൽക്കുകയാണ്, സേഫ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇനി മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ക്യാൻഡലിന്റെ ഹൈ എത്രയാ? ഓപ്പൺ 263.80, ഹൈ 263.80. അപ്പൊ താൽക്കാലികമായിട്ടുള്ള ലോ വിക്കാണ് വന്നത്, ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കയറിപ്പോട്ടെ, കുറച്ചുകൂടെ കയറിപ്പോട്ടെ. അത് എവിടം വരെ പോകും നമുക്ക് 15 മിനിറ്റ്സിൽ നോക്കാം. ഇപ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. 15 മിനിറ്റ്സിൽ ഓൾറെഡി നമ്മൾ 300 മെൻഷൻ ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും എനിവേ ഇവിടുത്തെ ഈ ടിപ്പിന്റെ റിജക്ഷൻ ആണ് ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് പോരെ, 260 വരെ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇപ്പോൾ 263, 270 ലൈൻ ഉണ്ട്. സോ 270 ഒരു ലൈൻ ഉണ്ട്, അതൊരു റിജക്ഷൻ ഏരിയ ആണ്. അപ്പൊ 270 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 268, 269 അവിടം വരെയൊക്കെ പോകാനുള്ള ചാൻസേ മെജോറിറ്റി ഉള്ളൂ പോയാലും. കാരണം ആ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. 2 മിനിറ്റിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. നമ്മൾ 270, അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഈ ക്യാൻഡലിന്റെ ഹൈ തന്നെ ചെറിയൊരു അപ്പേ പോയിട്ടുള്ളൂ. ഇവിടെ ഒരു 3 ക്യാൻഡിൽ 4 ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ അതേ സെനാരിയോ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ സിയിലേക്ക് താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്താലും 3, 4, 5 പോയിന്റ് ഒക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. കാരണം 21,860, 67 വളരെ പ്രധാനപ്പെട്ട ഒരു ലൈനാണ്. അവിടെ എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അവിടം വരെ മാർക്കറ്റ് എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അത് കഴിഞ്ഞ അവിടെ എത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. 21,867 മാർക്കറ്റിന് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് 10:15 എത്തിയാൽ മതി, ധൃതിയൊന്നുമില്ല. അപ്പോൾ വീഡിയോ പോസ് ചെയ്യട്ടെ, അവിടെ എത്തുമ്പോൾ വീഡിയോ ഓൺ ചെയ്യാം. അപ്പം അതിനു മുമ്പ് ചിലപ്പോൾ വീഡിയോ എപ്പോൾ വേണമെങ്കിലും കട്ടായി പോവാം. അപ്പോൾ നമ്മുടെ ചാർട്ടിനെ പറ്റി ഇന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഒന്ന് ഹാപ്പി ആയത്. കാരണം ഇതൊക്കെ വളരെ സ്വസ്ഥമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ട്രേഡിംഗ് വ്യൂ. മറ്റുള്ളവർക്ക് ക്വിക്കായിട്ട് വന്നിട്ട് പെട്ടെന്നൊരു അനലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതല്ല ട്രേഡിങ്. നമ്മുടെ മനസ്സ് ഫ്രീ ആയിരിക്കണം, നമുക്ക് സ്വസ്ഥമായിട്ട് ചിന്തിക്കാനും പ്ലാനുകൾ തയ്യാറാക്കി വെക്കാൻ പറ്റണം. ഇന്ന് രാവിലെ കുറച്ചും കൂടെ സമയം അനലൈസിങ്ങിന് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 180 എടുക്കേണ്ട പി ആണ് 260 വരെ നമുക്ക് 80 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയേനെ. ഇന്ന് അതിൻ്റെ അടുത്ത് ഇത്തിരി ലോവിൽ ഒരു 50 പോയിന്റ്സിൻ്റെ അടുത്തൊക്കെ കവറപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദൈവത്തെ ഓർത്ത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഷാർപ്പ് 8:45 മുമ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ഒരു മെസ്സേജിനും ഞാൻ റിപ്ലൈ ഇനി നാളെ തൊട്ട് തരുന്നതല്ല. ഡിസിപ്ലിൻ, പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടെ, ആദ്യം വരുന്നവർക്കുള്ള പ്രയോറിറ്റി മിസ്സാവും, എൻ്റെ കാര്യങ്ങൾ നടക്കുകയില്ല. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്യുന്നു. 21,867 എത്തട്ടെ. അപ്പ പിയിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ 270 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. 268 280 പോകാനുള്ള ചാൻസസിലാണ് അങ്ങനെ നിൽക്കുന്നത്. 268, 269 ഞാൻ പറഞ്ഞത്. 270 വരെ പോയിട്ടുണ്ട്. നമ്മൾ 270, 269 പറഞ്ഞേ. 270 ബ്രേക്ക് ചെയ്ത് 280 എത്തി നിൽക്കുകയാണ്. ശരിക്കും അങ്ങനെ അങ്ങ് ഇട്ടേക്കണം.
ഒരു പ്രശ്നമില്ല. ഒരു 10-30 പോയിന്റ് ഒക്കെ എടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് അവിടെ അങ്ങ് ഇട്ടേക്കുക. 285, 273, 273, 320 വരെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. 313, 320, ഒരു 260 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ വിട്ടേക്കാം. അതർവൈസ് നമ്മുടെ ടാർഗറ്റ് 320. 186 ആക്ച്വലി 185 കയറേണ്ട സാധന ഇപ്പൊ പോയി നിൽക്കുന്നത് 180, 280, 100 പോയിന്റിന്റെ മൂവ്മെന്റ് ഏകദേശം അപ്രോക്സിമേറ്റ് ഉണ്ടായിരിക്കണം 3 ട്രേഡിലായിട്ടാണെങ്കിലും. മാക്സിമം അതൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. കുഴപ്പമില്ല, ഇവിടെ നിന്ന് 320 വരെ സ്ഥലമുണ്ട്. ഒമ്പത് 40, ഏകദേശമൊക്കെ അടുത്തുണ്ട്. 21,871, 10-20 പോയിന്റിന്റെ വ്യത്യാസം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് അവിടത്തേക്ക് വേണ്ടി ഹോൾഡ് ചെയ്തിടുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2-3 ട്രേഡിലായിട്ടാണെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടിപ്പ്, ഇനിയിപ്പോൾ മാക്സിമം വരാനുള്ളത് 21,830 മാർക്കറ്റ് വരുന്നത്. അപ്പോൾ 279, 280 ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാനിൽ ചെറിയൊരു ലോ വരാനുള്ള ചാൻസ് ഉണ്ട്. 280 നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്താണ്. 285 വരെ പോയിട്ടുണ്ട്. കാരണം എൻ്റെ ട്രിഗർ പ്രൈസ് ഞാൻ എടുക്കണില്ലല്ലോ, പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഭാവനയിൽ എൻ്റെ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 280 ആയിരുന്നു. എൻ്റെ ട്രേഡ് ഓൾറെഡി വൈൻഡപ്പ് ആയി. ഇനി 286 ബ്രേക്ക് ചെയ്താൽ 320 മൂവ്മെന്റ്. കാരണം ടാലി ആക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ 185 എടുക്കേണ്ട എൻട്രി ആണ് 190 പോയി. പോട്ടെ, അതും പൊക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയത് 192 എന്ന് പറഞ്ഞ റേഞ്ചിലാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പിന്നെയും ഒരു റീ എൻട്രി തുടങ്ങിയിട്ട് അതും പൊക്കോട്ടെ, വേണ്ട. 210 280 വരെ എടുത്താലും നമുക്ക് ക്രോസ് ഓവർ ബേസ്ഡ് ആയിട്ട് 2 മിനിറ്റിൽ ആ ക്രോസ് ഓവർ നമ്മുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഇപ്പോഴും ലൈൻ അപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ക്രോസ് ഓവർ ചെയ്യണം. ഇനിയിപ്പോൾ ഇത് റെഡിലേക്ക് എത്തുന്ന വരെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കായിരിക്കും. അപ്പം അത് ട്രെയിൽ ചെയ്ത് അങ്ങ് പോവുക. ആദ്യത്തെ നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചു, അത് ട്രെയിൽ ചെയ്തു ക്രോസ് ഓവറിൽ. ആ ക്രോസ് ഓവറിൽ ട്രെയിൽ ചെയ്ത് വെക്കേണ്ട സ്ഥലത്ത് ട്രെയിൽ ചെയ്ത് വെക്കുക. ഇത് പിൻബാറാണ്. വീണ്ടും ക്രോസ് ഓവർ അപ്പ് സൈഡിലേക്കാണ്. 285 വരെ പോയിട്ടുണ്ട്. 280, അപ്പം 185 വിട്, 190 വിട്, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്. നമുക്ക് 200 തൊട്ട് 280 വരെയുള്ള പോയിന്റ് മാത്രം മതി. 80 പോയിന്റ്, ബാക്കി കിട്ടിയതും കഴിച്ചതും ഒക്കെ നമ്മൾ വിട്ടേക്ക്, ട്രെയിൽ ചെയ്ത് വെക്കുക. അപ്പോൾ രാവിലെ തന്നെ 9:45 ആയപ്പോഴത്തേക്കും മാർക്കറ്റ് 280 ടച്ച് ചെയ്തിട്ടുണ്ട്. ട്രിഗർ പ്രൈസ് അവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇതിനിടക്ക് 3-4 ട്രേഡ് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിവേ 9:45 ആയിട്ടുണ്ട്. നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ അതെ. ഇവിടെ ഒരു ക്രോസ് ഓവർ താഴത്തേക്ക് 45 ഡിഗ്രി ചരിവ് വന്നിട്ടുണ്ട്. അപ്പോൾ 280 കൃത്യമായിട്ടുള്ള ആ ഒരു എക്സിറ്റിൽ നമ്മൾ ഇറങ്ങി നമ്മുടെ പരിപാടികളൊക്കെ വൈൻഡപ്പ് ചെയ്തു. ഇനി 286 ബ്രേക്ക് ചെയ്താൽ 300 ഭാഗത്തേക്ക് പൊക്കോട്ടും. അത് മാർക്കറ്റിന്റെ വഴിക്ക് പോട്ടെ. ട്രേഡ് മറ്റുള്ളവർക്കും പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട്. പിന്നെ ഇതിന്റെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പൺ 284.15 ആണ്, ഹൈ 284.15 ആണ്. ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് താഴത്തോട്ട് പോയാലും തിരിച്ചു കയറി വന്നാൽ ഒരു ബ്രേക്ക് കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പുള്ള താഴത്തോട്ടുള്ള ഒരു പുൾ ബാക്ക് ആണിത്. അതായത് താഴത്തോട്ടൊരു വലിവാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് ലെഫ്റ്റ്, അതായത് നമുക്ക് പറഞ്ഞ പോലെ നമുക്കൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്. അതായത് സ്റ്റോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ അവിടെ മെസ്സേജുകൾ വന്നു തുടങ്ങി, അപ്ഡേറ്റഡ് ആയില്ലേ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ട്രേഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ കഴിഞ്ഞിട്ട് സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിലോ ഉള്ള ഡിസ്കഷൻ ഗ്രൂപ്പാണത്. അല്ലാതെ അതിൽ കോള് ചർവറ കൊടുക്കുക എന്നുള്ള പരിപാടി എനിക്കില്ല.
അപ്പോൾ ഇതൊരു ഒരു ഡോജി പോലത്തെ ഒരു പിൻബാർ പോലത്തെയൊക്കെ ക്യാൻഡിലാണ്. പക്ഷെ ഇതൊരു ലോ വന്നിട്ടുണ്ട്, ഇതിന്റെ ഹൈ ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അത് സപ്പോർട്ട് എടുക്കാനായിട്ട് എങ്ങോട്ട് വരാം, ഒരു 241 സപ്പോർട്ട് എടുക്കാൻ വരാം. 241, 231 ഒക്കെ സപ്പോർട്ട് എടുക്കാൻ വന്നിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് റിവേഴ്സായി മുകളിലോട്ട് പോകുന്നത്. ഇപ്പൊ റെഡിലേക്ക് കയറി. ഇപ്പൊ നോക്കിയേ, ഇവിടെ നിന്നുള്ള ക്രോസ് ഓവർ ഇവിടെ ഇറങ്ങുക, അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും എടുക്കുക, അതിനുശേഷം നമുക്ക് ഇതൊരു സിനാരിയോ കണ്ടപ്പോൾ ഇറങ്ങുക. ഇനി ഇത് താഴത്തോട്ട് പോയിട്ട് ക്രോസ് ഓവർ ആകുമ്പോഴേ അടുത്ത മൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിന്റെ, അതായത് 285 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റിന് മുകളിലേക്ക് പോകുള്ളൂ. വീണ്ടും ഒരു കൺസോൾട്ടേഷൻ സോണിൽ വന്നിട്ട് ജാം ആയിട്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് ക്യാൻഡില് ഈ ക്യാൻഡിലിനെ ഹൈ ബ്രേക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഈ ക്യാൻഡിലോ തിരിച്ച് മാർക്കറ്റ് 285 ഇതിന്റെ ഓപ്പൺ പ്രൈസിലേക്ക് 284.15 മാർക്കറ്റ് വരുമോ ഇല്ലേന്ന് നോക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് പോകും. അപ്പൊ 170 ഇവിടം വരെ എത്ര പോയിന്റ് ഉണ്ട്? 15 പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു സി ആണെങ്കിലും ഒരു പി ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം. ഇവിടെ 104, 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇപ്പൊ രണ്ടും എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കോ. അപ്പൊ 104, ഇതിന്റെ ടാർഗറ്റ് 121, ഇതിന്റെ ടാർഗറ്റ് 285. രണ്ടിലും ഞാനൊരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 3 ക്യാൻഡിൽ 9, 10.15 വരെ നോക്കാം, എന്താ അവസ്ഥയെന്ന് നോക്കാം. 5 6 പോയിന്റ്, നമുക്ക് 5 പോയിന്റ് മതി. എന്തായാലും ഇപ്പൊ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് എന്തായാലും വരും, ഹൈ വോളിയം ക്യാൻഡിൽ വരും. സിയിലേക്കാണ് മാർക്കറ്റ് ഇപ്പൊ കൺവേർട്ട് ചെയ്ത് നിൽക്കുന്നത്. വീഡിയോ ഏത് നിമിഷവും ഓഫ്. അപ്പൊ നമുക്കത് നോക്കാം. മാർക്കറ്റ് സിയിലേക്കുള്ളൊരു ഡൈവർജൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനിടക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. അതായത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിലേക്ക് പ്രതീക്ഷിക്കാം. അതായത് ഇത് സഡൻ ഒരു ഫാള്, മേ ബി ഒരു 92 90 മാർക്കറ്റ് ഇവിടെ ഒരു ഫാള് നല്ല രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് പിയിൽ എവിടം വരെ ചെല്ലാം, ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ ഒരു 284.15 ഓർ 285 ആ ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അതായത് RSI സ്റ്റിൽ ഡൗൺ സൈഡിലേക്കാണ്, ഒഴുക്കുന്നതിനെതിരെ നീന്തുകയാണ്. പക്ഷെ അത് 285 വരെ പോകേണ്ടതായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 290 ഒരു എക്സ്പാൻഷൻ ലൈൻ സ്പ്രെഡ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് സി ഓൾറെഡി അപ്പർ സൈഡിലേക്കാണെങ്കിലും അവിടെ എന്തുകൊണ്ട് ലോ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. പോട്ടെ, ഒരു സഡൻ ഫാളിങ് വന്നാൽ അതൊരു 290 ഭാഗത്തേക്കൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, സഡൻ ഫാൾ. ഇപ്പോൾ 95 സപ്പോർട്ടിങ് സോണാണ്. ചിലപ്പോൾ 95-ലായിരിക്കും ബോഡി നിൽക്കുന്നത്, വിക്ക് ചിലപ്പോൾ 92-ലേക്ക് വന്നാലേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ രണ്ടിലും 5 to 7 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ട് ഒരെണ്ണത്തിൽ ഒരു ഈ പറഞ്ഞ പോലെ 10-15 പോയിന്റ് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ചെറിയ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ RSI ഓപ്പോസിറ്റ്, സാധാരണ നമ്മൾ നോക്കുന്ന RSIയുടെ അതേ റൂട്ടിലാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ലോവിലേക്ക് ഒരു മാർക്കറ്റ് വരാനുള്ള ചാൻസ് എന്തുകൊണ്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ട്രേഡറായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 5 to 6 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടു. നമ്മളുടെ ടാർഗറ്റ് ഈ ഒരു ഹൈ ആയിരുന്നു. അതായത്
260 വേണ്ട 70 തൊട്ട് 79 10 പോയിന്റ്. അത് ഈ പോക്ക് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ 290 വരെ പോകും. ആ 90 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10-15 പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം 290 ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 310 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഇപ്പം ഇവിടെ ലോവില് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഇതൊരു സപ്പോർട്ടിങ് സോണാണ്. അപ്പം ഇതിന്റെ ഹൈയിലേക്ക് എത്രയാണ് 284. ഇതിന്റെ ഹൈ എത്രയാ 283. ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലേ വന്നിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 284 പക്ഷെ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലേ അത് മൂവ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ 95ലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരാം, അവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ദാന്ന് പറയുമ്പോൾ താഴത്തോട്ട് വരും. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ദാന്ന് പറയുമ്പോൾ 290 അല്ലെങ്കിൽ അതിന് മേലോട്ടുള്ള ഭാഗത്തേക്ക് പോകും. ഇപ്പൊ രണ്ടിലും 7 പോയിന്റ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് 290 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. 291. കാരണം ഇവിടെ 290 ഒരു സ്പേസ് ഇട്ടത് കൊണ്ടാണ് മെജോറിറ്റി അങ്ങനെ ഒരു ചാൻസ് വന്നത്. $300 ഓൾറെഡി മെൻഷൻ ചെയ്ത് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത കുറച്ച് പോയിന്റുകൾ കൂടെ, അതായത് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ് 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് 15 പോയിന്റ് എടുത്താൽ 10 അല്ല 7 പോയിന്റ് വെച്ചിട്ടാണെങ്കിലും നമുക്കൊരു 13 പോയിന്റ് ഈസി ആയിട്ട് അവിടെ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൺസോൾട്ടേഷൻ വന്നിട്ട് നമുക്ക് മെജോറിറ്റി ഒരു ചാൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു അപ്ലൈ നടത്താം എന്ന് തീരുമാനിച്ചതിന്റെ റീസൺ. അതായത് മെജോറിറ്റി 50 മിനിറ്റ്സിന്റെ ക്രോസ് ഓവർ ഒക്കെ RSIക്ക് അനുകൂലമാണ് നിൽക്കുന്നത്. നമ്മൾ 21,780 വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണുക. വീഡിയോ എപ്പോൾ വേണമെങ്കിലും ഓഫ് ആവാം. അതായത് കഴിഞ്ഞ ശനിയാഴ്ചയോ വെള്ളിയാഴ്ച ഇട്ട ഡെയിലി വ്യൂവിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടുത്തെ കൺസോൾട്ടേഷനാണ് ഇപ്പം ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അവിടുത്തെ ലോ താഴത്തേക്ക് വന്നാൽ 21,780ലേക്ക് മാർക്കറ്റ് പോരും. എങ്കിലേ നമ്മളുടെ എന്ത് നോക്കിയേ, ഇപ്പം നിങ്ങൾ ഞാൻ അന്നും പറഞ്ഞതാണ്, ഒരു കണ്ണടച്ചു വെച്ചിട്ട് പകുതി അടച്ചു വെച്ചിട്ട് നോക്കൂ. നമ്മുടെ ഈ വിഗ്രഹത്തിൻ്റെയൊക്കെ പുറകിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ ക്ഷേത്രത്തിൽ. അപ്പം അതിൻ്റെ താഴെ ആദ്യം ഒരു ബേസ് ഉണ്ടാവും. ആ ബേസിൽ നിന്നാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് മാല തൂക്കുന്ന സാധനമൊക്കെ പോകണം. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തേക്ക് തിരിച്ചു വന്ന് മുട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് മാർക്കറ്റ് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു മാർക്കറ്റ് എന്തായാലും മെജോറിറ്റി നമ്മളുടെ ഒരു ആശ ഇതാണ് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായാലും എഗെയിൻ കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് അന്നത്തെ ദിവസം ഈ കൺസോൾട്ടേഷനാണ് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഒരു ലോ വന്നാൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാർക്കറ്റ് 21,786 വരാം ഉച്ച കഴിഞ്ഞിട്ട്. ദെൻ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് പോയി 21,864 മാർക്കറ്റ് പര്യവസാനിപ്പിക്കാം. അപ്പോൾ 288 എത്ര വരെ പോയിട്ടുണ്ട്? 295.95 വരെ പോയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ കൂടുതൽ ഇപ്പൊ തന്നെ സമയം ഒരുപാടായി, 9:59 10 മണിക്ക്. മെജോറിറ്റി നമ്മുടെ ലൈവ് കംപ്ലീറ്റ് 10 മണിക്കാണ് വൈൻഡപ്പ് ചെയ്യാറ്. അപ്പോൾ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യാം, വിളിക്കാം. ഈ ഒരു ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കാം, അല്ലെങ്കിൽ ലൈവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പഠിക്കാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡയലോഗ് കൂടെ എല്ലാ ദിവസവും ഞാൻ ആഡ് ചെയ്യണം. എൻ്റെ PNL അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കണ്ടിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ദയവ് ചെയ്ത് പഠിക്കാനായിട്ട് വരണ്ട. ചാർട്ടിന് ഇഷ്ടപ്പെട്ടിട്ട് സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. കാരണം കേരളത്തിൽ എനിക്ക് മലയാളം അല്ലാതെ വേറൊന്നും അറിയത്തില്ല, അത്യാവശ്യം തമിഴും അറിയാം. കേരളത്തിലുള്ള കംപ്ലീറ്റ് ട്രേഡേഴ്സിനെ രക്ഷപ്പെടുത്താം എന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. നമ്മളായിട്ട് സിങ്ക് ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റായിട്ട് ഒരുമിച്ച് പോകാൻ തയ്യാറുള്ള ആളുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 21 പേരെ മാത്രമാണ്
എൻ്റെ ഒരു ലൈവിൻ്റെ ഒരു ടീമുണ്ട് ഞാൻ ഉണ്ടാക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന, ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന, ഒരേ മനസ്സുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, എത്ര ലോസ് വന്നാലും അതിനൊക്കെ അതിനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ള 21 പേരുടെ ഒരു ടീം മാത്രമാണ് ഒരു വർഷമായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുമ്പോഴേ ഞാൻ ആഡ് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള 23 പേരുടെ ഒരു കൺസിസ്റ്റന്റ് ടീം മേക്ക് ചെയ്യാനായിട്ടാണ് ലൈവിൽ എൻ്റെ ഉദ്ദേശം. അത് മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വരാം. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ അത് ലോക്ക് ചെയ്ത് അങ്ങ് ഇട്ടേക്കുക. ഇനി വൈകുന്നേരം എടുത്ത് മാർക്കറ്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ഇൻഡെക്സിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് 21,780 എപ്പോൾ മുട്ടുന്നോ അപ്പോളേ ആ ട്രേഡ് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. കാരണം ഓൾറെഡി നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആണ്. അപ്പം അതിനിടക്ക് ഇനി നമുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് മാർക്കറ്റ് വരുമോ എന്നറിയാൻ വേണ്ടി 21,777 വന്നു കഴിഞ്ഞാലേ നമ്മൾ ട്രേഡിങ് അവസാനിപ്പിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റോ ചെറിയ ലോസോ ഇട്ടിട്ട് നമുക്ക് ട്രേഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇത് ഇവിടം വരെ എത്തട്ടെ, അതുവരെ പോസ് ആയിരിക്കട്ടെ.